നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സെമിനാർ നടത്തിയത്. ജനപ്രതിനിധികളും നിർവഹണ വകുപ്പ് ഉദ്യോഗസ്ഥരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വികസന സെമിനാർ നടത്തിയത്. 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ മുന്നോടിയായിട്ടാണ് വികസന സെമിനാർ നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ രൂക്ഷമായ പഞ്ചായത്തുകൾ ഇപ്പോഴുമുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള പഞ്ചായത്തുകളിലേക്കും കൂടി കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാണ്. ഇന്ന് നമ്മളുടെ കൈകളിൽ എത്തുന്ന ഇവിടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ പ്രകാശനം ചെയ്യുന്ന നമ്മുടെ പദ്ധതി കരട് രൂപം നമുക്കെല്ലാവർക്കും അറിയാം. അത് പദ്ധതി ഉണ്ടാക്കുമ്പോൾ CFCയുടെ ഫണ്ട് വെച്ചിട്ടുള്ള ഒരു പദ്ധതിയും നമ്മൾ ഈ കരട് രൂപത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമല്ല. ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ ആഴ്ചയാണ് നമുക്ക് ഒരു നിർദ്ദേശം ലഭിച്ചത്. CFCയുടെ ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ ഇപ്പോൾ നമ്മൾ ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കേണ്ടതില്ല, ഇപ്പോൾ സുലോഖിയിൽ അത് രേഖപ്പെടുത്തേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം നമുക്ക് ലഭിക്കുകയുണ്ടായി. വൈസ് പ്രസിഡന്റ് വിജോയ് അധ്യക്ഷത വഹിച്ചു. കുടിവെള്ള പ്രശ്നവും വന്യമൃഗശല്യവും നേരിടുന്ന പഞ്ചായത്തുകൾ കോതമംഗലം ബ്ലോക്കിന് കീഴിലുണ്ട്. ഇവയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പദ്ധതിയുടെ കരട് മാർഗരേഖ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് പ്രകാശനം ചെയ്തു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബാബു ഏലിയാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CM ബേബി, ബിൻസി മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM സിദ്ദിഖ്, ജേക്കബ് വർഗീസ്, EM അജാസ്, രാജേഷ് കുഞ്ഞുമോൻ, സിജോ ജോൺ, ചിഞ്ചു P എബ്രഹാം, മേഘ ഷിബു, പ്രിയങ്ക ടോമി, ബൃന്ദകുമാരി, രഞ്ജിനി രവി, ശ്രീചിത്ര ശ്രീനിവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.